ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കണേ കേട്ടോ. നമ്മളൊരു 4 പഴം എടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഇത് വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കണേ. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത്രയും മൈദ ഇട്ട് കൊടുക്കുക. ഒരു 100 ഗ്രാം മൈദ ഉണ്ടാവും കേട്ടോ. നമുക്കൊരു ലേശം ജീരകം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ എള്ളിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ എള്ളിടണില്ല, കാര്യം എള്ളില്ല അവിടെ, അതുകൊണ്ടാണ്. കുറച്ച് എള്ളിട്ടാൽ നല്ലതാണ്. പഴംപൊരിയിൽ ശരിക്ക് ഒന്നും ഇടില്ല, എള്ളും അതൊന്നും ഇടില്ല. ഇത് കുറച്ച് സോഡാപ്പൊടിയാണ് കേട്ടോ. ലേശം ഉപ്പ്. ഇത് അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണ പൊടിയാണ്, അരിപ്പൊടി. അതിലേക്കൊരു 2 ടീസ്പൂൺ ചേർക്കുക. ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം എള്ളുണ്ടെങ്കിൽ നമുക്ക് എള്ളും കൂടിയും ചേർക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, വേണ്ടെന്നെങ്കിൽ ചേർക്കണമെന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ലേശം മഞ്ഞൾപ്പൊടി ചേർക്കണം. കലക്കിയെടുക്കുക. ഓണത്തിന്റെ ബാക്കി പഴമാണത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ഹെൽപ്പ്. ഇനി ഇതിൽ നമുക്ക് പഞ്ചസാര ചേർക്കുക. നമുക്കൊരു 3 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്കൊരു കൂട്ടം കൂടി ചേർക്കാനുണ്ട്, മഞ്ഞപ്പൊടിയാണ്. ഇനി കട്ടയില്ലാണ്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കണം. നമുക്കിതിലേക്ക് ഒരു ലേശം മഞ്ഞപ്പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് പഴം മുറിച്ചെടുക്കുക. നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മുറിക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് പഴം മുറിക്കുക. കാര്യം മറ്റേ ടൈപ്പ് മുറിക്കും, ഇതാകുമ്പോൾ ഒന്നും കൂടി കട്ടി ഉണ്ടാവും. അപ്പൊ നമുക്ക് മുറിക്കാൻ സുഖമാണ്. ചെറുതാക്കി മുറിച്ചെടുക്കുക. നമുക്ക് ഈ തോലിങ്ങനെ കളഞ്ഞാൽ മതി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണ് നമുക്ക് നൈസായിട്ട് വേണോ, അത് ഇത്തിരി കട്ടിയിൽ വേണോ, എങ്ങനെയാണെങ്കിലും ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കുക. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഓയിൽ ഇവിടെ ചൂടാവട്ടെ. നമുക്ക് അപ്പോഴേക്കും ഒരു പണിയുണ്ട്. അപ്പൊ നമുക്കിത് കുറച്ച് പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്കിത് കുറച്ച് പ്ലേറ്റിലേക്ക് ഇടാം. ഇതൊന്ന് ചെറുതായിട്ട് പൊടിക്കുക.
ഞാൻ നല്ലൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണത്. പൊടിച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാവിലേക്ക് ഓരോന്ന് മുക്കിയിട്ട് ഇതില് പുരട്ടിയിട്ട് ഇതിലിട്ടെടുക്കാം. നമുക്ക് മാവിലേക്ക് ഓരോന്ന് മുക്കുക. എന്നിട്ട് ഇതിലൊന്ന് ഇട്ട് മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതില് വെള്ളം ഉണ്ടായിരുന്നു. നമുക്കിതില് ഓരോന്ന് മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം അങ്ങനെ ഇതായിട്ടിരിക്കും, ഒരുങ്ങിരിക്കും. നമുക്ക് ഇതെടുക്കുക. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കുക. എടുക്കാറായിട്ടുണ്ട്. എടുക്കുക. അടുത്തത് ഇട്ട് കൊടുക്കുക. നമുക്കിത് ഒന്ന് തിന്ന് നോക്കാം. കണ്ടു, നല്ലൊരു പഴംപൊരി, നല്ല മൊരിഞ്ഞ് ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ.